ആദ്യ ഫലസൂചന ഉടൻ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. 5 or 6 വോട്ടുകൾ എന്നത് കണ്ടാലും അത് പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ടതാണ്. 8:30 കൂടിയാണ് നമുക്ക് EVM-ലെ കൗണ്ട് കിട്ടിത്തുടങ്ങുന്നത്. അതായത് ഒരു ഇലക്ഷൻ ദിവസം ഈ വോട്ട് മാറി മറിയുന്നതിന്റെ മുഴുവൻ ത്രില്ലും കൃത്യമായി 8:30 കൂടി പ്രേക്ഷകരിലേക്ക് എത്തിത്തുടങ്ങിയാണ്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു. ജാർഖണ്ഡിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളിലും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ ജയിക്കും എന്ന് പറയുന്നു BJP നേതാവ് ചമ്പായി സോറൻ. അദ്ദേഹം ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. സമീപകാലത്ത് BJP-യിൽ പോയ ചമ്പായി സോറൻ BJP വിജയിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. ജാർഖണ്ഡിൽ 2 സംസ്ഥാനങ്ങൾ, നമ്മളെ സംബന്ധിച്ച് 3 ഉപതെരഞ്ഞെടുപ്പുകൾ. ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് കേരളവും. എന്തായാലും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. എണ്ണി ഫലം വരട്ടെ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ ഒരു നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ഇപ്പോൾ കൂടുതലായി പ്രേക്ഷകർക്ക് നൽകാൻ വിവരങ്ങളുമില്ല. പ്രേക്ഷകരാണെങ്കിൽ കാത്തിരിക്കുകയാണ്. എന്ത് പറയും അഭിലാഷേ, ഇതൊന്ന് എണ്ണി വരണ്ടേ ആരും ഇങ്ങനെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറെ ദിവസമായി. പക്ഷേ ഈ നിമിഷങ്ങൾക്കാണ് വലിയ പ്രാധാന്യം, വലിയ ടെൻഷന്റെ നിമിഷം. ആദ്യം വരുന്ന ഫലം സാധാരണ നിലയിൽ ആദ്യം വരുന്നത് ഒരു സൂചന അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കൗണ്ടുകൾ മാറി തുടങ്ങുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ആദ്യത്തെ കൗണ്ട് വരുന്നത് ജാർഖണ്ഡിൽ NDA 2 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണി ജാർഖണ്ഡിൽ 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന, ദേശീയ ഏജൻസികൾ നൽകുന്ന സൂചനയാണ്. പക്ഷെ അതും പോസ്റ്റൽ ബാലറ്റിലെ സൂചനയാണ്. നമ്മൾ ഹരിയാന ഓർമ്മ വെക്കണം. സൂചന കണ്ട് പനിക്കേണ്ടതില്ല. സൂചനയ്ക്കപ്പുറത്തുള്ള യഥാർത്ഥ കണക്ക് വരാൻ 8:30 കഴിയും. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ട്രെൻഡായി മാത്രം കണ്ടാൽ മതി. മഹാരാഷ്ട്രയിൽ NDA 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ജാർഖണ്ഡിൽ NDA 2 സീറ്റിലും ഇന്ത്യ മുന്നണി 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു എന്ന സൂചന കണ്ട് പനിക്കേണ്ടതില്ല എന്ന് പാലക്കാടും അപ്ലൈ ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. കാരണം ഓരോ പാർട്ടിക്കും കൃത്യമായി അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന വോട്ടിന്റെ സൂചനകളൊക്കെ വരുന്നത് എന്നുള്ളത് കൊണ്ട് പാലക്കാടും അതിന്റെ അങ്ങേയറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആകാംക്ഷ തന്നെയായിരിക്കും നമുക്ക് കാണാൻ കഴിയും. ചേലക്കരയിലും പാലക്കാട്ടും വയനാട്ടിലും വോട്ടെണ്ണൽ തുടങ്ങി. ആദ്യ കൗണ്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അതിനിടയിലാണ് ദേശീയ തലത്തിലെ കൗണ്ടുകൾ പയ്യെ വരുന്നത്.